Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. KPCC മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി KPCC മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് ഞാനും നിങ്ങളും എല്ലാവരും. അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അധിക പ്രസംഗമാകും എന്നുള്ളതാണ് വസ്തുത. കാരണം നമ്മളെല്ലാം ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉൾപ്പെടെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടായ അഭൂതപൂർവമായ വിപ്ലവകരമായ മാറ്റം ഈ രാജ്യത്ത് കൊണ്ടുവന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. KP മോഹനൻ, MK രാജൻ, DK ഗോപിനാഥ്, AP നാരായണൻ, പിലാക്കൽ അശോകൻ, M. പ്രദീപ് കുമാർ, A. രൂപേഷ്, അത്തായി പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ജവാന്മാരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എയർപോർട്ടിൽ നിന്നും റിട്ടയർ ചെയ്ത ശ്രീ ബാലഗോപാലൻ കാങ്കോൽ, അടുത്ത എയർഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്ത ശ്രീ ഇന്ത്യൻ ആർമിയിൽ നിന്നും റിട്ടയർ ചെയ്ത ശ്രീ PM രവീന്ദ്രൻ കാറ, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ദിനാചരണ ഭാഗമായി വിമുക്ത ഭടന്മാർക്ക് ആദരവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയദർശിനി മന്ദിരത്തിൽ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനം KPCC അംഗം KV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. മകളായ ഇന്ദിരാജിയുടെ മകൻ ശ്രീ രാജീവ് ഗാന്ധി പ്രത്യേകിച്ച് നമുക്ക് പ്രതീക്ഷയിൽ ഉൾപ്പെടുത്തിച്ചതിൽ കൂടുതൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വയം അർപ്പിക്കുകയും എല്ലാ തലങ്ങളിലും കൃത്യനിഷ്ഠമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചുരുങ്ങിയ പഠനങ്ങളടക്കം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്ര പുരോഗതിക്കായി പ്രവർത്തിച്ച വ്യക്തിത്വത്തിലൂടെ പ്രത്യേകിച്ച് 18 വയസ്സ് പൂർത്തീകരിച്ച വളരെ ചെറുപ്പക്കാർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു പ്രമുഖ വ്യക്തിത്വത്തിലൂടെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. അടുത്തതായി ശ്രീ DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. രവി, UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, UDF ജില്ലാ ഏകോപന സമിതി അംഗം K. ശ്രീധരൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സിന്ധു, KP ദിനേശൻ, M. രജീഷ് ബാബു, K. സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിമുക്ത ഭടന്മാരും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഞാൻ തിരിച്ചറിയുന്നു
നമ്മുടെ നാടിന്റെ ഭീകരർക്കെതിരെ ഞാൻ ഇന്നലെകളിൽ ഇല്ലാത്തൊരു ലോകം. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി നൌഷാദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ചുയർത്തിയ നേതാവാണ് രാജീവ് ഗാന്ധിയെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി നൌഷാദ് ബ്ലാത്തൂർ അനുസ്മരിച്ചു. പിലാക്കൽ അശോകന്റെ അധ്യക്ഷതയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AP നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. P ലളിത ടീച്ചർ, K ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അത്തായി പത്മിനി, കാരയിൽ സുകുമാരൻ, KP മോഹനൻ, VM പീതാംബരൻ, അർഷാദ് കൗവായി, സ്നേഹജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിലെ നിർദ്ദിഷ്ട മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണ സ്ഥലം ഇപ്പോൾ ലോറി താവളമാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലോഡുമായി എത്തുന്ന ഇവർ ഇപ്പോൾ നിർത്തിയിടുന്നത് ഇവിടെയാണ്. പദ്ധതികൾ കണ്ടുപിടിക്കാനും കൊട്ടിഘോഷിച്ച് പ്രഖ്യാപനം നടത്താനും എളുപ്പമാണ്. പക്ഷേ അത് പൂർത്തീകരിച്ച് പ്രാവർത്തികമാക്കാൻ അല്പം മെനക്കെടണം. ഇല്ലെങ്കിൽ പദ്ധതി പ്രദേശം വേറെന്തെങ്കിലുമായി മാറും. അത്തരത്തിലൊരു കാഴ്ചയാണിത്. പയ്യന്നൂരിലെ നിർദ്ദിഷ്ട മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണ സ്ഥലമാണിത്. ഇവിടമിപ്പോൾ പയ്യന്നൂരിലെ ലോറി താവളമാണ്. വരിവരിയായി നിർത്തിയിട്ട ചരക്ക് ലോറികൾ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ലോഡുമായി എത്തുന്ന ഇവ ഇപ്പോൾ നിർത്തിയിടുന്നത് ഇവിടെയാണ്. പയ്യന്നൂർ നഗരത്തിൽ ചരക്കുമായി എത്തുന്നവയും ഒപ്പം സ്വസ്ഥമായി പാർക്ക് ചെയ്ത് വിശ്രമിക്കാൻ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നറിഞ്ഞ് എത്തുന്നവരുമുണ്ട്. ചരക്ക് ലോറി ഡ്രൈവർമാർ അവരുടെ ഇടത്താവളമാക്കി മാറ്റിയിരിക്കുകയാണ് സ്റ്റേഡിയം ഗ്രൗണ്ട്. ഇവരുടെ പാചകവും വിശ്രമവും ഇവിടെ തന്നെ. ഒരു ഭാഗത്ത് സ്റ്റേഡിയം നിർമ്മാണ സാമഗ്രികൾ ഇറക്കി വച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെന്ന് അധികൃതരും പറയുന്നു. എപ്പോൾ പൂർത്തിയാകുമെന്ന് പറയാൻ സാധിക്കില്ല. നേരത്തെ 12 മാസമായിരുന്നു പൂർത്തീകരണ കാലാവധി. ഇപ്പോൾ മഴക്കാലമായി. അത് നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുവരെയും ഈ ഇടം ലോറിത്താവളമായി തന്നെ തുടരട്ടെ. പാർക്ക് ചെയ്യാൻ ഇതുപോലെ സൗകര്യമുള്ള ഇടം വേറെവിടെ കിട്ടാൻ? നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പ് 7th ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മഴയെ തുടർന്ന് തീയതികളിൽ മാറ്റം വരുത്തിയതായി M. വിജയൻ MLA അറിയിച്ചു. മെയ് 27 മുതൽ 30 വരെ പഴയങ്ങാടി റെയിൽവേ മൈതാനത്ത് വച്ച് മത്സരം നടക്കും. നമ്മുടെ മണ്ഡലത്തിൽ ലഹരിക്കെതിരായി ഒരു വലിയ ക്യാമ്പയിൻ വേണം. അത് പ്രത്യേകിച്ച് കായിക മേഖലയിലായിരിക്കണം എന്ന ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പ്, സ്വർണ്ണക്കപ്പാണ്, MLA കപ്പ് എവറോളിൻ ട്രോഫി കൂടി നൽകുന്ന ഒരു 7th ഫുട്ബോൾ ടൂർണമെന്റ് ഫ്ലഡ് ലൈറ്റ് ആയി നടത്തണം എന്ന് തീരുമാനിച്ചു. മെയ് 22 മുതൽ 25 വരെ പഴയങ്ങാടി റെയിൽവേ ഗ്രൗണ്ടിൽ നടക്കുന്നതിനാണ് ആദ്യം തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരാഴ്ചക്കാലമായി പഴയങ്ങാടിയിൽ നടന്നു വരുന്നത്. കനത്ത മഴയെ തുടർന്ന് 22 മുതൽ 30 വരെ തീയതികളിൽ മത്സരം നടക്കുമെന്ന് M. വിജയൻ MLA അറിയിച്ചു. മഴ ശക്തി പ്രാപിച്ചതിനാൽ ഫ്രാഞ്ചൈസികളുടെ യോഗം ചേർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരം മെയ് 27 മുതൽ 30 വരെ നടത്താൻ തീരുമാനമായത്. 27 രാത്രി 7 മണിക്ക് മത്സരം ആരംഭിക്കും. 29 7 മണിക്ക് ആദ്യ സെമിയും 8 മണിക്ക് രണ്ടാം സെമി ഫൈനൽ മത്സരവും നടക്കും. മെയ് 30 7 മണിക്ക് ഫൈനൽ മത്സരം നടക്കും. വിജയികൾക്ക് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് നൽകുന്ന എവർ റോളിംഗ് ട്രോഫിയും വാട്സപ്പ് കൂട്ടായ്മയായ വോയിസ് ഓഫ് കല്യാശ്ശേരി നൽകുന്ന വിന്നേഴ്സ് ട്രോഫിയും നൽകും. അതോടൊപ്പം വിന്നേഴ്സിന് പാപ്പിനിശ്ശേരി പൊയ്യിൽ കാർത്തിയായനി അമ്മയുടെ സ്മരണയ്ക്ക് ഡോക്ടർ രമേശ് നമ്പ്യാർ നൽകുന്ന 50,000 രൂപയുടെ പ്രൈസ് മണിയും റണ്ണേഴ്സിന് 25,000 രൂപയുടെ പ്രൈസ് മണിയും നൽകും. 27 വൈകുന്നേരം 6 മണിക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീത് സമ്മാനദാനം നിർവഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മകൻ നഷ്ടപ്പെട്ട ഓർമ്മയിൽ അവന്റെ ചിത്രങ്ങൾക്ക് വെളിച്ചമേകുകയാണ് മാത്തിൽ പൂവത്തിൻ കീഴിലെ മോഹൻദാസും കരുണാദാസും. ചിത്രകാരൻ കൂടിയായ അർജുൻ ദാസ് അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സിക്കിമിൽ വച്ച് മരണപ്പെട്ടത്. മകൻ നഷ്ടപ്പെട്ട ഓർമ്മയിൽ അവന്റെ ചിത്രങ്ങൾക്ക് വെളിച്ചമേകുകയാണ് മാത്തിൽ പൂവത്തിൻ കീഴിലെ മോഹൻദാസും കരുണാദാസും. ചിത്രകാരൻ കൂടിയായ അർജുൻ ദാസ് അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സിക്കിമിൽ വെച്ച് മരണപ്പെടുന്നത്. 2015 ജൂണിൽ കൂട്ടുകാർക്കൊപ്പം ഇന്റേൺഷിപ്പിന് സിക്കിമിലെത്തിയപ്പോൾ ടീസ്റ്റ നദിയിൽ കുളിക്കാനിറങ്ങവേ മുങ്ങിമരിക്കുകയായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അർജുൻ ദാസ് വരയ്ക്കുമായിരുന്നു.
വരകളുടെയും വർണ്ണങ്ങളുടെയും ഒരു വലിയ ലോകം തന്നെ 23 വയസ്സിനിടയിൽ അർജുൻ തീർത്തിരുന്നു. തെയ്യം മുതൽ അർജുൻ അവസാനമുണ്ടായിരുന്ന സിക്കിമിനെ മുഴുവനായി ഒരു ക്യാൻവാസിലൊതുക്കിയ ചിത്രത്തെ വരെ ഈ മാതാപിതാക്കൾ ഇപ്പോഴും കാത്തുസൂക്ഷിച്ച് കാവലിരിക്കുന്നു. അർജുൻ ദാസിന്റെ 75 ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് നിരവധി സ്ഥലങ്ങളിൽ പ്രദർശനമൊരുക്കിയിട്ടുണ്ട് ഈ അച്ഛനമ്മമാർ. ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ വാളാർട്ടാണ് ചെയ്യുന്നത്. പൊതുവായ സ്ഥലങ്ങളിൽ ചിത്രമതിലുകൾ ഒരുക്കുക. എവിടെയാണോ ചിത്രമതിൽ ഒരുക്കുന്നത് അതുമായിട്ട് അവിടുത്തെ സംസ്കാരവും കലകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ചെയ്തു വരുന്നത്. മോൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലായിരുന്നു തുടക്കം. അർജുൻ അപകടത്തിൽപ്പെട്ട സിക്കിമിൽ ഒരു തവണ പ്രദർശനം നടത്തി. അർജുൻ ദാസിന്റെ പിറന്നാൾ ദിനത്തിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും നഗരത്തിൽ ഈ അച്ഛനമ്മമാർക്കൊപ്പം ചുമർ ചിത്രങ്ങൾ ഒരുക്കി സുഹൃത്തുക്കൾ അർജുന്റെ ഓർമ്മകൾക്ക് നിറം പകരാറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനത്തിൽ കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറോം നോർത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനത്തിൽ കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോറോം നോർത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. കച്ചേരി രമേശൻ, കുഞ്ഞിവീട് നാരായണൻ, സുരേഷ് കാനായി, രജനി രമേശൻ, വിജയൻ തറമേൽ, ഗോകുൽ ഗോപി, പ്രകാശൻ മണിയറ, ടി വി ഗോപി, അപ്പു കോറോം, അബൂബക്കർ കാനായി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷത്തിലധികമായിട്ടും പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കെട്ടിടം പൂർണ്ണമായും ആശുപത്രി അധികൃതർക്ക് വിട്ടുകൊടുത്തില്ലെന്ന് ആരോപണം. ആശുപത്രിയുടെ കാലപ്പഴക്കം ചെന്ന കെട്ടിട ഭാഗങ്ങൾ പൊളിഞ്ഞു വീഴുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുകയാണെന്നും എത്രയും പെട്ടെന്ന് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നും UDF പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ എ രൂപേഷ് ആവശ്യപ്പെട്ടു. താലൂക്ക് ആശുപത്രിയിലെ ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത് പയ്യന്നൂരിലെ ജനങ്ങൾ വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. കാരണം ഈ താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷവും ഏകദേശം 10 മാസത്തോളമായി. ഇതുവരെയായിട്ടും അത് പൂർണ്ണമായി ആശുപത്രി അധികൃതർക്ക് വിട്ടുകൊടുത്തില്ല എന്നാണ് വസ്തുത. ഇപ്പം നിലവിൽ കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ അവിടെ കാരുണ്യ ഫാർമസി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസത്തിൻ്റെ ഇടയിലാണ് അത് പൂർണ്ണമായി അവിടെയുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ കെട്ടിടത്തെ മാറ്റിയത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒറ്റ മഴക്കകത്ത് തന്നെ ആ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത് നമ്മളെല്ലാവരും കാണുകയാണ്. ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വലിയ അപകട ഭീഷണി അതിൻ്റെ മുന്നിൽ ഉണ്ട് എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോൾ മാധ്യമങ്ങളിലും ഇതുപോലെ നാട്ടുകാരുടെ അഭിപ്രായത്തിനനുസരിച്ച് പൊടുന്നനെ അവിടെ JCB കൊണ്ടുവന്ന് താൽക്കാലികമായി ഒരു ഭാഗം മാത്രം പൊളിച്ചു മാറ്റുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അത് പൂർണ്ണമായും പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിലവിൽ അവിടെ പാർക്കിംഗ് ഏരിയയാണ്. ആ പാർക്കിംഗ് ഏരിയ വരുന്നതിൽ അവിടെ വരുന്ന ഡയാലിസിസ് രോഗികൾക്കടക്കം അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്പേസാണ് ഈ കെട്ടിടം അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുള്ള പ്രയാസം നിർബന്ധമായും അടിയന്തരമായി പൊളിച്ചു മാറ്റണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമുള്ള വിഷയം എന്ന് വെച്ചാൽ പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രി ഇപ്പം നിലവിലുള്ള ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടത്തിന് അപ്പുറത്തേക്ക് അതിൻ്റെ വടക്ക് ഭാഗമുള്ളതും തെക്ക് ഭാഗമുള്ള കെട്ടിടം ആ പഴയ കെട്ടിടത്തിൻ്റെ മുകളിലാണ് പിന്നെ വീണ്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലാണ് വീണ്ടും ഒരു കെട്ടിടം കൂടെ വന്നിട്ടുള്ളത്. ആ നിലയിൽ പഴയ കെട്ടിടത്തിൽ എത്ര ബലക്ഷയം ഉണ്ട് എന്നത് പരിശോധിക്കേണ്ട സാഹചര്യം കൂടി നിലവിലെ സ്ഥിതിയിൽ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പേ പുതിയ കെട്ടിടം എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് ഈ പാരപ്പറ്റുകൾ പൊട്ടി വീഴുന്ന സമയത്ത് നമ്മളതിനകത്ത് പ്രതികരിക്കുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അവിടെയുള്ള സൂപ്രണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറഞ്ഞത് ഈ കരാറുകാരൻ പൂർണ്ണമായും ആശുപത്രി അധികൃതർക്ക് കെട്ടിടം പൂർത്തീകരിച്ച് വിട്ടു നൽകിയിട്ടില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം 10 മാസമായിട്ടും ആശുപത്രിയുടെ മുഴുവൻ കെട്ടിടങ്ങളും പൂർണ്ണമായി ഈ ആശുപത്രി അധികൃതർക്ക് അല്ലെങ്കിൽ നഗരസഭയ്ക്ക് വിട്ടുകൊടുത്തില്ല എന്ന് പറയുന്നത് തന്നെ തികഞ്ഞ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന അലംഭാവമാണ്. തീർച്ചയായും വലിയൊരു അപകടത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാതെ ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്നാണ് ഈ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. KSTP റോഡിൽ ചെറുകുന്ന പൂങ്കാവ് റോഡരികിൽ പുനർനിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കുളം മഴ പെയ്ത് അപകടാവസ്ഥയിലായതോടെ ജനം ഭീതിയിൽ. സ്ഥലം സംബന്ധമായ തർക്കത്തെ തുടർന്നാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നും പ്രശ്നം പരിഹരിച്ച് നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു.
ഒരു കാലത്ത് ശുദ്ധജലത്തിനായി ആളുകൾ ഉപയോഗിച്ചിരുന്ന കുളമായിരുന്നത്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും പ്രദേശം കാട് മൂടിയതോടെ കുളം ഉപയോഗശൂന്യമായി മാറി. KSTP റോഡിനോട് ചേർന്ന് കിടക്കുന്ന കുളത്തിന് കൈവരികൾ പോലുമില്ല. എന്നാൽ ചെറുകുന്ന് പഞ്ചായത്ത് 12 ലക്ഷം രൂപ ചെലവിൽ കുളം നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മാസം മുൻപ് കുളത്തിലെ മണ്ണ് നീക്കം ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സ്വകാര്യ വ്യക്തി സ്ഥലത്തിൽ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ പ്രവൃത്തി നിലച്ചു. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുവാൻ കാലതാമസം നേരിടുകയാണിപ്പോൾ. ഇതിന് താലൂക്ക് അധികൃതർ കനിവ് കാണിക്കണം. അതിനിടെ മഴ കൂടിയെത്തിയതും പ്രശ്നം രൂക്ഷമാക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥലം വില്ലേജ് സ്കെച്ച് പ്രകാരമാണ് പ്രവൃത്തി നടത്തിയതെന്നും തർക്കം പരിഹരിച്ച് പ്രവൃത്തിയുടൻ പുനരാരംഭിക്കുമെന്നും ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ പറഞ്ഞു. പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസം മുമ്പേ അതിന്റെ പണി ആരംഭിച്ചത്. 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കുളം നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്വകാര്യ വ്യക്തി പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പണി നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും സ്കെച്ച് അടക്കം വാങ്ങിയിട്ടാണ് ഈ പണി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്കിൽ അളക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അവരുമായി ഇടപെട്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രവൃത്തി വൈകിയാലും കുളത്തിനു ചുറ്റും റോഡരികിൽ സുരക്ഷാവേലി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CPIM നേതാവും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന PC നാരായണൻ അടിയോടിയുടെ ചരമദിനാചരണവും അടിയോടി സ്മാരക ഹാൾ ഉദ്ഘാടനവും കണിയാൻകുന്നിൽ നടന്നു. T. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന PC നാരായണൻ അടിയോടിയുടെ രണ്ടാമത് ചരമവാർഷിക ദിനവും PC നാരായണൻ അടിയോടി ഹാൾ ഉദ്ഘാടനവും കണിയാൻകുന്നിൽ നടന്നു. T. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ അതിവിശാലമായിട്ടുള്ളൊരു മേഖല കരിവള്ളൂർ പെരളം പഞ്ചായത്ത് ആകെ നിൽക്കുന്നൊരു ലോക്കലിൽ, ആ ലോക്കലിൽ ഇന്നത്തെ പോലെ ഒരു സൗകര്യവും ഇല്ലാതിരുന്നൊരു കാലത്താണ് നാരായണൻ ഉൾപ്പെടെയുള്ളവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നിരുന്നു. കാൽനടയായിരുന്നു മുഖ്യമായിട്ടുള്ളത്. എപ്പോഴും 80-85 കാലത്ത് ദേശാഭിമാനിക്ക് വേണ്ടി K. കൃഷ്ണമാസ്റ്റർ ഒരു കുറിപ്പെഴുതാൻ പോയ അനുഭവം എൻ്റെ മനസ്സിലൊരിക്കലും മായാതെ. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പെരളം നോർത്ത് ലോക്കൽ സെക്രട്ടറി K. മധു അധ്യക്ഷനായി. T. ഗോപാലൻ, T. നാരായണൻ, തമ്പാൻ MP, A. അനീഷ്, M. തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കുടുംബാംഗങ്ങൾ IRPCക്ക് നൽകിയ ധനസഹായം സോണൽ അധികാരി അഡ്വക്കേറ്റ് P. സന്തോഷ് ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSTP റോഡിലെ താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. മഴ പെയ്തതോടെയാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടത്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയൊരുക്കുകയാണ്. മഴ തുടങ്ങിയതോടെയാണ് കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയത്. റോഡ് പ്രവൃത്തി നടത്തിയതിനു ശേഷം ഇതുവരെ റീടാറിംഗ് നടത്തിയിട്ടില്ല. അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിവരികയാണ് പതിവ്. ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ മംഗലാപുരം റൂട്ടിലെ മിക്ക ചരക്ക് ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. റോഡിന്റെ തകർച്ച വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് വാഹന ഡ്രൈവർമാർ പറയുന്നു. ഈ റോഡ് വന്നതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ നടന്നു, ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം റോഡിലെ കുഴി എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴിയാണ്. ആകെ കാലവർഷം വന്നിട്ടില്ല, ഇന്നലാണ് മഴ പെയ്ത്. അപ്പോൾ തന്നെ കുഴികളെ രൂപപ്പെട്ട് അതിനെതിരെ അംഗീകൃതമായി PWD ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ആദ്യത്തെ മഴയായത് ഫസ്റ്റ് ഒന്നും മഴ പെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയെങ്കിൽ അപ്പോഴത്തേക്കും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് റീടാർ ചെയ്യേണ്ട സമയം എത്രയോ വർഷം മുമ്പേ കഴിഞ്ഞു. KSTP റോഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഓരോ പ്രാവശ്യവും ഇങ്ങനെ വാരി പറ്റിച്ചിട്ട് ഒപ്പിച്ചതാണ്. ഈ ഒരു മഴയ്ക്ക് ഇങ്ങനെ പോകണമെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ചിന്തിച്ചാൽ റീടാറിംഗ് ആണ് ഇതിന് മെയിൻ. അത് ഇതുവരെ ചെയ്തിട്ടില്ല, അതാണ് ചെയ്യേണ്ടത്. രാത്രികാലങ്ങളിൽ ഇവിടെ തെരുവ് വിളക്കുകൾ കത്താറില്ല. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഇരട്ടിയാണ്. അടിയന്തിരമായി കുഴിയടച്ച് റീടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച LDF സർക്കാർ കോടികൾ മുടക്കി വാർഷികാഘോഷ പരിപാടികൾ നടത്തിവരുന്നതിൽ പ്രതിഷേധിച്ച് UDF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കരിദിനമായി ആചരിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ മാമാങ്കങ്ങൾക്കായി കോടികൾ പൊടിക്കുമ്പോൾ അതിന്റെ 25% തുക മാറ്റിവച്ചിരുന്നെങ്കിൽ കേരളത്തിലെ 100 കണക്കിന് പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുങ്ങുമായിരുന്നുവെന്ന് കരിദിനാചരണം ഉദ്ഘാടനം ചെയ്ത DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് നാണം വേണം കുറച്ചൊക്കെ. കേരളത്തിലെ ആശാവർക്കർമാർ, നമുക്കറിയാം, ആശാവർക്കർമാർ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ആരംഭിച്ച സമരം, ആ സമരത്തിന്റെ 100ാമത്തെ ദിനമാണ് ഇന്ന്. ആ സമരത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല, അനുഭാവപൂർവ്വം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ അവഹേളിക്കുന്ന, സമരം ചെയ്യുന്നവരെ അവഹേളിക്കുന്ന ഒരു തൊഴിലാളി വിരുദ്ധ സർക്കാരിന്റെ ഒരു മുഖമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം കാണുന്നത്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുടെയും ആശാവർക്കർമാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സർക്കാർ ധാർഷ്ട്യം കാട്ടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC നിർവാഹക സമിതി അംഗം ശാന്തമ്മ ഫിലിപ്പ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TCA റഹ്മാൻ, CMP കൺട്രോളർ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ്, DCC ജനറൽ സെക്രട്ടറി ടോമി പ്ലാച്ചേരി, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, P. അടിയോടി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സിസ്റ്റർ ലിനി അനുസ്മരണം സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ലിനി ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. KGNA സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ TV വീൽചെയർ കൈമാറി. ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മനോജ് DK അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നഴ്സിംഗ് സൂപ്രണ്ട് ലൂസി PJ, ആദർശ് അശോക്, അശ്വതി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 E-യുടെ 166ാമത്തെ ക്ലബ്ബായ കണ്ടോത്ത് ജുവൽസ് ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം മെയ് 23 വെള്ളിയാഴ്ച നടക്കും. ഉദ്ഘാടനം പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ വച്ച് ഡിസ്ട്രിക്ട് 318 E ഗവർണർ KV രാമചന്ദ്രൻ നിർവഹിക്കും. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 E-യുടെ 166ാമത്തെ ക്ലബ്ബായ കണ്ടോത്ത് ജുവൽ ലയൺസ് ക്ലബ്ബ് മെയ് 23 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തായ്നേരിയിലുള്ള പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ വച്ച് ഡിസ്ട്രിക്ട് 318 E ഗവർണർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി അഡ്വക്കേറ്റ് AV വാമനകുമാർ, ഗസ്റ്റ് ഓഫ് ഓണറായി ഡോക്ടർ S. രാജീവ്, വൈസ് ഗവർണർമാരായ രവി ഗുപ്ത, ടൈറ്റസ് തോമസ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ K. ദാമോദരൻ, വൈസ് ഗവർണർ ഇലക്ട് സൂരജ് PS, നിരവധി ക്യാബിനറ്റ് അംഗങ്ങളും മറ്റു ക്ലബ്ബ് അംഗങ്ങളും പങ്കെടുക്കും. ക്ലബ്ബ് പ്രസിഡന്റായി സുഭാഷ് VP, സെക്രട്ടറിയായി വിമലേഷ് കൈപ്രത്ത്, ട്രഷററായി പ്രമോദ് കാപ്പാട് എന്നിവർ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റെടുക്കും. അതോടൊപ്പം മറ്റുള്ള ഓഫീസർമാർ, ഡയറക്ട് ബോർഡ് മെമ്പർമാർ തുടങ്ങിയവരും സത്യപ്രതിജ്ഞയെടുത്ത് സ്ഥാനമേറ്റെടുക്കും. ക്ലബ്ബ് എക്സ്റ്റൻഷൻ ചെയർപേഴ്സൺ ഡോക്ടർ സുജ വിനോദ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി ജയരാജ് കുട്ടമത്ത്, പ്രസിഡന്റ് ഇലക്ട് സുഭാഷ് VP, സെക്രട്ടറി ഇലക്ട് വിമലേഷ് കൈപ്രത്ത്, ട്രഷറർ പ്രമോദ് കാപ്പാട്, മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് കുന്നുമ്മൽ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുവർഷത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളും യൂത്ത് എംപവർമെന്റ് പരിപാടികളും, കൃത്രിമ കാൽ വിതരണം, ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, സ്കൂൾ കോളേജുകളിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണം എന്നീ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.